തുടക്കഘട്ടത്തിലൊക്കെ മാഡത്തിൻ്റെ പേര് ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അവസാനമാകുമ്പോൾ അങ്ങനെയൊന്നും കേൾക്കുന്നില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടില്ല, സമാധാനമാണ്. കാരണം ഈ ചൂടത്ത് വർക്ക് ചെയ്യണ്ടേ. ഈ നമ്മുടെ ആരോ പണ്ട് പറഞ്ഞ മാതിരി നേതാവിൻ്റെ പിന്നാലെ നടക്കുന്ന അനുയായികൾക്ക് സുഖമാണ്, പക്ഷേ നേതാവിൻ്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്ക്, എന്തോ ഒരു പ്രക്ഷുബ്ധമായിരിക്കുന്നു. അതിനൊരു ഓഹരിയല്ലേ നമ്മൾ ഷെയർ ചെയ്യുന്നത്. മത്സരരംഗത്ത് തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തകൃതിയാണ്. നമുക്കൊപ്പം കോഴിക്കോട് മുൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ചേരുന്നു. മാഡം, ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. തുടക്കത്തിൽ മാഡത്തിൻ്റെ പേരൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ? ഞാൻ അന്നത്തെ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും. ഞാൻ ഈ അടുത്ത് പാർട്ടിയിൽ ഒരാഴ്ച മുമ്പ് നമ്മുടെ സ്ഥാനാർത്ഥികൾ ഏകദേശം ഇതായിരിക്കും ദശാഭിമാനിയിൽ വന്നിരുന്നു. അതൊരു പൂർത്തിയാക്കി അവർ പിന്നെ പുറത്ത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു സാധ്യത അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ നിലപാടിൽ ഞാൻ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങാൻ മിക്കവാറും എനിക്ക് നോർത്തായിരിക്കുമല്ലോ തരിക. അപ്പോൾ അവിടെ ഇറങ്ങാനും അതോടൊപ്പം തന്നെ സൗത്തിലൊക്കെ ഞാൻ ഇടയ്ക്കൊന്ന് പോയിട്ട് അവരെയൊക്കെ സഹായിക്കാനൊക്കെ തയ്യാറെടുത്തിരിക്കുകയാണ്. കൊയിലാണ്ടിയിൽ ആദ്യഘട്ടത്തിൽ മാഡത്തിൻ്റെ പേര് പരിഗണിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. ഞാനതിനകത്ത് ഇടപെടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് കഴിഞ്ഞ ഉടനെ പോയില്ലേ. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഇതുകൊണ്ട് ഒരു ഗ്യാപ്പ് കിട്ടിയ തിരക്കേടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ നോക്കാം എന്നൊരു എന്നോട് കുറച്ച് പേരൊക്കെ പറഞ്ഞു, സാരില്ല എന്നൊക്കെ. ഇപ്പോൾ അതെന്താ അതിൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ മാറി നിൽക്കുന്നത് ഇനിയിപ്പോൾ നിയമസഭയിലേക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ആ ഒരു ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഏത് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരെ പോലെ ഞാനും എന്ത് ചെയ്യണം, അനുസരിക്കാൻ വിധേയമാണ്. ശരിയല്ലേ? അത് അനുസരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആ സിസ്റ്റം മുന്നോട്ട് പോകില്ല, ഓരോരുത്തർ വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞാൽ. പക്ഷേ ഞാൻ എൻ്റെ കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ബ്രേക്ക് ആവശ്യമാണെന്നല്ലാതെ നിൽക്കുകയില്ല അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പറ്റില്ലല്ലോ, ഒരാൾക്കും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ അവരെങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യമോ വിരോധമോ എന്തെങ്കിലും കൊണ്ടായിരിക്കണം. എനിക്കങ്ങനെ യാതൊരു വിചാരവും ഇല്ല. സ്ഥാനാർത്ഥിയാണുള്ള ഒരു സാധ്യത ഇനിയും നിലനിൽക്കുന്നുണ്ടോ? ഞാൻ എന്താ പറയുക, എനിക്ക് യെസ് എന്നും പറയാൻ പറ്റില്ല, നോ എന്നും പറയാൻ പറ്റില്ല. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഇനിയൊരു ഇത് വരില്ല എന്നാണ്. കാരണം പാർട്ടിയുടെ നയം അനുസരിച്ച് ഇങ്ങനെ നമ്മളന്ന് പത്രത്തിൽ വായിച്ചതല്ലാതെ ഞാൻ ഒരാളോട് പോലും ചോദിച്ചിട്ട് പോലും ഇല്ല എന്താണെന്നോ ഏതാണെന്നോ ഒന്നും. അങ്ങനെ അങ്ങോട്ട് പോയി ചോദിക്കേണ്ട ഒരാവശ്യം എനിക്ക് തോന്നിയില്ല. ഞാനൊരു നിലപാട് ആദ്യമേ പറഞ്ഞു, അത് പാർട്ടി എന്താ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ എന്ത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നിരുന്നാലും ഒരിക്കലെങ്കിലും നിയമസഭയിൽ അംഗമാകണം എന്ന് ആഗ്രഹിച്ചു പോകുക സ്വാഭാവികമാണല്ലോ. ഇല്ല, അങ്ങനെ ആഗ്രഹിക്കില്ല അവിടെ അംഗമാവണം അങ്ങനത്തെ. എനിക്കറിയില്ല എന്താണെന്ന്. എനിക്കങ്ങനെ ഇങ്ങനൊരു സ്ഥാനം ഇരിക്കണം അങ്ങനെയുള്ളതിനേക്കാളൊക്കെ ഞാൻ അടിസ്ഥാനപരമായി എനിക്ക് തോന്നുന്നു ഒരു അധ്യാപികയാണ് ഞാൻ. ഈ നമ്മുടെ ജില്ലയിൽ നിന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥിയും CPM ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ കാനത്തിൽ സഖാവ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ എന്താ അഭിപ്രായം പറയുക? വനിതാ സാന്നിധ്യം, ആ വനിതാ സാന്നിധ്യം എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് ഞാനൊരു ശ്രദ്ധിക്കുന്നത്. നമ്മളിങ്ങനെ കാലങ്ങളായിട്ട് പെണ്ണ് നിന്നില്ലല്ലോ, എന്തെങ്കിലും സ്ത്രീകളെ നിർത്തിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടില്ലായിരുന്നില്ല. ഈ അടുത്താണ് പലരും പറയുമ്പോഴാണ് ഞാനും അത് ആലോചിക്കാറ്. ഒരു പക്ഷേ അതിന് കഴിവുള്ള ആളില്ലാത്തതുകൊണ്ടായിരിക്കാം. കൊണ്ട് നടക്കേണ്ട എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു നയം ആ തരത്തിലേക്ക് മാറിയിട്ടുണ്ടാവില്ല. എന്താണ് നമുക്ക് അതിരുന്ന് കാണാം. തുടക്കഘട്ടത്തിലൊക്കെ മാഡത്തിൻ്റെ പേര് ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അവസാനമാകുമ്പോൾ അങ്ങനെയൊന്നും കേൾക്കുന്നില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടില്ല, സമാധാനമാണ്. കാരണം ഈ ചൂടത്ത് വർക്ക് ചെയ്യണ്ടേ. ഈ നമ്മുടെ ആരോ പണ്ട് പറഞ്ഞ മാതിരി നേതാവിൻ്റെ പിന്നാലെ നടക്കുന്ന അനുയായികൾക്ക് സുഖമാണ്, പക്ഷേ നേതാവിൻ്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്ക്, എന്തോ ഒരു പ്രക്ഷുബ്ധമായിരിക്കുന്നു. അതിനൊരു ഓഹരിയല്ലേ നമ്മൾ ഷെയർ ചെയ്യുന്നത്. മത്സരരംഗത്ത് ഉണ്ടായില്ലെങ്കിലും അത് തന്നെ വേദനിപ്പിക്കുന്നില്ല. താൻ ഇടത് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കും എന്ന് തന്നെയാണ് മുൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് ജയ്സൽ ബാബുവിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.